ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജയം ജേണി. തലപതി 69 അതുപോലെ തന്നെ എംപുരാൻ രണ്ടിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്. അതിന്റെ മുമ്പ് കുറച്ച് അപ്ഡേറ്റുകൾ പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം. അതായത് ദാവീദ്, ഈ പറയുന്ന പോലെ ഫെബ്രുവരി 14 റിലീസിന് എത്തുന്ന മറ്റൊരു വൻ സിനിമയാണ് ദാവീദ്. എനിക്കിതിന്റെ ഫസ്റ്റ് ഗ്ലിംസ് അല്ലെങ്കിൽ ടീസർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും പറഞ്ഞു, ഞാൻ പ്രതീക്ഷിക്കുന്നത് പഞ്ചാണ്. ആ പഞ്ച് നമുക്ക് കറക്റ്റ് ഇതിൽ കാണാൻ വരുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു ബോക്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അത്ര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ബോക്സിംഗ് മത്സരവും, അതല്ലാതെ ഇതിൽ തന്നെ ബോക്സിംഗ് അല്ലാതെ തന്നെ ഈ സ്കൂൾ ലൈഫിൽ അല്ലെങ്കിൽ കോളേജ് ലൈഫിലുള്ള ആ ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. അത്ര സാധനങ്ങൾ കാണാൻ ഭയങ്കര രസമാണ്. സോ അതിന്റെ ഒരു പോസ്റ്റർ ഇവിടെ തന്നിട്ടുണ്ട്. തന്നത് 2 ദിവസം മുമ്പാണ്. അതായത് ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം 11,37,904 പ്ലസ് വ്യൂസ് ഇൻ 12 ഹവേഴ്സ് എന്ന് പറഞ്ഞ സാധനം വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം പോലും അതിന് മുമ്പ്. ട്രെൻഡിങ് 1 എന്ന് പറഞ്ഞിട്ടാണ് തന്നിരുന്നത്. പക്ഷെ അതൊന്നും അല്ലേ നോക്കിയിട്ടത്, ആ ഒരു ലുക്ക്, എന്റെ മോനെ എന്ത് ലുക്കാണ് പെപ്പെ. ആ മുടി ഇവിടെ 2 വരയിലൊക്കെ ആയിട്ട് കീഡിലും ലുക്ക്, ബോഡിയും ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിട്ടോ. ഇത് ഈ രീതിയിൽ പുള്ളിനെ ശരിക്കും കാണിച്ചു തന്നാൽ നമ്മൾ ഞെട്ടിപ്പോവും. അമ്മതിരി ട്രാൻസ്ഫോർമേഷൻ ആണ്. മിക്കവാറും തിയേറ്റർ പുള്ളി കൈയടക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബസൂക്ക അപ്പുറത്തുണ്ട്, എന്നാൽ പോലും ഈ സിനിമ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ ടോപ്പിൽ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് പൊന്മാൻ. എന്തുകൊണ്ടോ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയിൽ വലിയ പ്രതീക്ഷയാണ്. അതിലെ നായകന്മാർ അങ്ങനെ ആയതുകൊണ്ടാണോ അതോ ഇതിനെ തന്നിട്ടുള്ള മറ്റു പോസ്റ്റേഴ്സ് കാണുമ്പോൾ ഒരു താല്പര്യം കൊണ്ടോ ഒന്നും അറിയില്ല. എന്തായാലും അതിലെ ആർഭാടം എന്ന പ്രൊമോ സോങ് ഇന്ന് 5 മണിക്ക് റിലീസ് ചെയ്യും. നമുക്ക് കണ്ടു നോക്കാം. കോപ്പിറൈറ്റ് ഒരു വൻ വിഷയമാണ് എന്നുള്ളത് കൊണ്ട് റിയാക്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നിട്ട് നമ്മളത് റിയാക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പറയുന്നത് ടോവിനോസ് നെക്സ്റ്റ് തന്ത വൈബ് അവസാനം ആഷിഖ് ഉസ്മാൻ പ്രസൻസ്. ആഷിഖ് ഉസ്മാൻ ആണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തന്ത വൈബ്, ആ വൈബും ഹൈബ്രിഡ് എന്ന് എഴുതിയിട്ടുണ്ട്. എ ഫിലിം ബൈ മോഹസിൻ പരാരി. സോ പൊളി സാധനമായിരിക്കും. ആ ഒരു നമ്മുടെ ന്യൂജൻ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്തുള്ള ഒരു പരിപാടി ആയിരിക്കും. ആൻഡ് ഇവിടെ പുള്ളിക്കാരൻ ഇതെന്താ സാധനം, ഇത് യോഗയിലെ ബന്ധപ്പെട്ട എന്തെങ്കിലാണോ, എന്തൊരു പേര് പറയും, നിങ്ങൾക്ക് അറിയാലോ. ടോവിനോന്റെ അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഹൗ ഓൾഡ് ഈസ് യുവർ ഇന്നർ ചൈൽഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ കുട്ടി എത്ര പ്രായമുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു നല്ല സാധനം തോന്നുന്നുണ്ട്. നമുക്കൊരു മറ്റൊരു തല്ലുമാല എന്ന് പറയുന്നില്ല, എന്നാൽ ആ ഒരു വൈബിലുള്ള നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, എന്താ പറയാ, പെട്ടെന്ന് ഒന്ന് ഹിറ്റ് അടിക്കാന്ന് പറയില്ലേ. പ്രത്യേകിച്ച് കുറെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല രസമായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള, നമുക്ക് ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു സാധനമാവും എന്നൊരു തോന്നലുണ്ട്. എന്തായാലും തന്ത വൈബ്, അതിന്റെ പോസ്റ്റർ പുള്ളി പുറത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ആ ഒരു ക്വാളിറ്റി ഭയങ്കര രസമുണ്ട്. ഇനി അതല്ലാതെ പറയാനുള്ളതാണ് എൻ്റെ കുഞ്ഞുമക്കളെ, തലപതി 69. ഇത് നമ്മൾ സത്യത്തിൽ എമ്പുരാന്റെ പോസ്റ്റർ വന്നപ്പോൾ അതിലങ്ങ് വിട്ടുപോയ സാധനമാണ്. അതായത് തലപതി 69 എന്ന് പറഞ്ഞ സിനിമ ഒരു പക്ഷേ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലും മറ്റൊരു വിജയ് പടത്തിനും അല്ലെങ്കിൽ ഏതൊരു വിജയ് പടത്തിനും ഉള്ള ഹൈപ്പ് ഇല്ല എന്നുള്ളതാണ് സത്യം. നിലവിൽ ഇതുവരെ ഇല്ല. അതിനെക്കുറിച്ച് അധികം വാർത്തകൾ വരാത്തതുകൊണ്ടും, പിന്നെ പുള്ളിക്കാരൻ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ എന്താ പറയുക ഇലക്ഷനിലും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലൈഫിലൊക്കെ ആയതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഹൈപ്പ് വേണ്ടത്ര രീതിയിൽ വരാത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ കുറെ അപ്ഡേറ്റ്സും പല പല സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോകാറുണ്ട്. പക്ഷെ ഇപ്പൊ കൂടുതലായിട്ട് നമ്മൾ റീൽസിലാണെങ്കിലും അല്ലാതൊക്കെ കാണുകയാണെങ്കിൽ തന്നെ പുള്ളി ഇലക്ഷന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആസ് എ പൊളിറ്റീഷ്യൻ പുള്ളി സംസാരിക്കുന്ന കുറെ കാര്യങ്ങളും ആ സംസാരിക്കുന്ന ചെറിയ ബൈറ്റ്സും ക്ലിപ്സും ഒക്കെയാണ് നമുക്ക് കിട്ടാറുള്ളത്. സിനിമയെ സംബന്ധിച്ച് ഒരുപാട് സാധനങ്ങളൊന്നും കിട്ടാറില്ല. എന്നാൽ ഈ വരുന്ന 26-ാം തീയതി, അതായത് നാളെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുമ്പോൾ അവിടെ ഒരു ഹൈപ്പ് കയറും. അതിലൊരു ഡൗട്ടും വേണ്ട. കാരണം ദ നെയിം ഈസ് വിജയ്, തലപതി വിജയ്. അത് തന്നെയാണ് അതിന്റെ കാരണം. അത് പുള്ളിക്ക് മാത്രമുള്ള ഒരു കഴിവായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എന്തൊക്കെ എവിടൊക്കെ എത്ര ടോപ്പിൽ നിൽക്കുകയാണെങ്കിലും ഏറ്റവും താഴെ തട്ടുന്ന ചെറിയൊരു അപ്ഡേറ്റ് കൊടുത്താൽ മതി, ഏറ്റവും ടോപ്പിലെത്തും. ചെറിയ അപ്ഡേറ്റ് ആണെങ്കിൽ തന്നെ ഏറ്റവും ടോപ്പിലൊപ്പം നിൽക്കുന്ന രീതിയിലെത്തും. ഇത് ഒരു വൻ ലുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട, അമ്മാതിരി സാധനമായിരിക്കും. എന്തായാലും ഫസ്റ്റ് ലുക്ക് ഓൺ ജനുവരി 26 എന്ന് പറഞ്ഞിട്ട് ദ വെയിറ്റ് ഈസ് ഓവർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് ഒരു പുള്ളി നമുക്ക് പൊളിക്കാം. പക്ഷേ ഇനിയുള്ളൊരു സങ്കടം എന്താ വെച്ചാൽ അതേ ദിവസം തന്നെയാണ് എമ്പുരാന്റെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഫസ്റ്റ് ഗ്ലിംസ് ഓഫ് എമ്പുരാൻ അല്ലെങ്കിൽ ടീസർ വരാൻ പോകുന്നത്. അതും 2 മിനിറ്റ് 31 സെക്കൻഡൊക്കെയാണ് ടൈം. അത് അതിന്റെ കൂടെ ഇറക്കി കഴിഞ്ഞാൽ, ഒരു 1-2 മണിക്കൂറിന്റെ ഇടയിൽ ഇറക്കി കഴിഞ്ഞാലും തലപതി 69 കേരളത്തിൽ പിടിച്ചു നിൽക്കുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നതല്ല, അതാണ് സത്യം. ഇനി എന്തൊക്കെ ഞാനൊരു വിജയ ആരാധകനാണ്, പക്ഷെ
എമ്പുരാൻ സിനിമയോടുള്ള ഹൈപ്പ് കേരളത്തിൽ എന്തായാലും തലപതി 69 ഇല്ല. കേരളത്തിൽ അത്രയും ഫാൻസ് ഉണ്ട്, അവരത് വലിയ സംഭവമാക്കും. പക്ഷെ ഇതൊരു ജസ്റ്റ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണ്, മറ്റത് ടീസറാണ്. അതും ഒരു ടീസറിൽ ഇത്രയും കാത്തിരിക്കുക എന്നുള്ളത് നമ്മളൊന്നും കേട്ടുകളില്ലാത്ത സാധനങ്ങളാണ്. ഇത്രമാത്രം ഹൈപ്പ് കേട്ടോ. ഹൈപ്പിൽ പല ടീച്ചറും വന്നിട്ടുണ്ട്, പക്ഷെ ഇത്രമാത്രം ഹൈപ്പ് നമ്മളൊന്നും കേട്ടുകളില്ലാത്ത സാധനങ്ങളാണ്. എന്തായാലും ഇതില് ഒരു പോസ്റ്റർ ഞാൻ ലാലേട്ടൻ ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒഫീഷ്യൽ ഫാൻ പേജിൽ വന്നിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പൊ ഇതില് ഒരു ട്രോളോട് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ പറയുന്നതായിട്ട്, അത് ഫസ്റ്റിൽ ലൂസിഫറിൽ പറയാനുള്ള കാര്യമാണ്. ഇവൻ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ ആർക്കും അറിയില്ല. പണ്ട് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ വർക്ക് അടങ്കലെടുത്ത് നടത്തിയിരുന്നു എന്ന് എന്റെ ഡാർക്ക് വെബ് റിസർച്ചിൽ നിന്ന് അറിയാൻ സാധിച്ചു. ഇവിടെ ആ വാക്കേ ഞാൻ ഇത് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടോ, പക്ഷെ എനിക്കിപ്പോ ഇത് കണ്ടപ്പോഴാണ് സത്യം പറയുന്നത് ഓടിയത്. അത് പണ്ട് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ. അപ്പൊ യുദ്ധം നടന്ന സ്ഥലങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിംഗ് അടക്കമുള്ള ആ സിറ്റിന് നശിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ റീകൺസ്ട്രക്ഷൻ അടങ്കലെടുത്ത് നടത്തിയിരുന്നു എന്നാണ് പറഞ്ഞത്. ഒന്ന്, ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ അത് അതിന്റെ റീകൺസ്ട്രക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ കണക്ഷൻ ഭയങ്കര സംഭവമായിരിക്കും. രണ്ട്, ഒരു ധൈര്യം വേണം. അത് കാരണം ആ രീതിയിലായിരിക്കും കാണിക്കുക. കുറെ യുദ്ധം കഴിഞ്ഞ് കുറെ കൊല്ലം ശേഷമല്ല, അവിടെ തന്നെ പോയി വീണ്ടും ഇതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്ത് സെറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയിൽ വരുന്ന ത്രെട്ട് ഉണ്ടാവും. അതല്ലാതെ കുറെ സംഭവങ്ങളുണ്ടാവും, ചലഞ്ചിങ് ആയിട്ടുള്ള പല സംഭവങ്ങളുണ്ടാവും. അതൊക്കെ നോക്കിയെടുത്തിരുന്ന് പറയുമ്പോൾ അയാളുടെ കണക്ഷൻ എത്രമാത്രം പോയി. അതും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ റഷ്യയിലും ഒരുപാട് സ്ഥലങ്ങൾ അത് ചെയ്യുന്നു. അപ്പൊ മെക്സിക്കോയിലൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള കണക്ഷൻ റീകൺസ്ട്രക്ഷൻ വാർ ശേഷമുള്ള റീകൺസ്ട്രക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇപ്പോൾ ലാലേട്ടന്റെ ക്യാരക്ടറിനെ പൃഥ്വിരാജും അല്ലെങ്കിൽ മുരളി ഗോപിക്ക് എഴുതി വെക്കുകയും എടുത്തു വെക്കുകയും ചെയ്തിട്ടുണ്ടാവുക എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു ത്രില്ല് വരുന്നുണ്ട്. അപ്പോ ഈ ഒരു സാധനം വന്നിട്ട് അതിന്റെ ഇടയിൽ തലപതി 69 വന്ന ഭയങ്കര സങ്കടമാവും. ഒന്നുകിൽ ആദ്യം തലപതി 69 ഒരു പോസ്റ്റർ രാവിലെ തന്നിട്ട് വൈകുന്നേരം നമുക്കൊരു എംപുരാന്റെ സാധനം കൂടി തരാണ്. 7:7 എംപുരാന്റെ ടീച്ചർ തരുന്നത്. അങ്ങനെയാണെങ്കിൽ പൊളിച്ചേനെ. അപ്പോ ആദ്യം വരട്ടെ. അത് 6 മണിക്കൊന്നുമല്ല, ഒരു അറ്റ്ലീസ്റ്റ് രാവിലെ ഒരു 9-10 മണി അല്ലെങ്കിൽ 3 മണി 4 മണിക്കെങ്കിലും ഒന്ന് തരടേ തലപതി എന്നാ എന്നാണ് പറയാനുള്ളത്. ഇപ്പോ എമ്പുരാൻ ഈ ഒരു സാധനം ഓൾറെഡി നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. അല്ല ഇപ്പോഴാണ് നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സാധനം കേട്ടപ്പോൾ, അതായത് ഈ പറഞ്ഞ പോലെ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലൊക്കെയുള്ള പോസ്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ വാർ റീകൺസ്ട്രക്ഷൻ അടങ്കലെടുത്ത് നടത്തിയിരുന്നു എന്ന് പറഞ്ഞ് ഗോവർദ്ധന്റെ ഡയലോഗ് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇനി എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? ആ ക്യാരക്ടർ വലുപ്പം എന്തായിരിക്കും എന്നുള്ളതൊന്ന് കമന്റ് രേഖപ്പെടുത്തുക. ഇതിന്റെ കൂടെ പറയാനുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡോൺലി അണ്ണൻ ഇതിൽ വരുമോ എന്നുള്ളൊരു വല്ലാത്തൊരു ത്വരയുണ്ട് എന്നുള്ളതൊക്കെ. അതിനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞാണ്, വീണ്ടും എടുത്ത് പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ കുറെ ആളുകൾ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ പ്രതീക്ഷ വെച്ചിട്ട് ആ ഹൈപ്പ് ഇല്ലാണ്ട് കൊടുത്തിട്ട് സാധനം ഇല്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു ലാലേട്ടനുണ്ട്, നമുക്കൊരു ലാലേട്ടനെ ഉള്ളൂ. എംബ്രാനിലെ നായകൻ അദ്ദേഹമാണ്. ലൂസിഫറിന് ശേഷം വരുന്ന ഒരു പടമാണ്. അപ്പൊ ലാലേട്ടൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ഡോൺലി? നമ്മൾ എന്തുകൊണ്ടാണ് ഡോൺലിനെ പറയണത്? അതും കൂടെ ഉണ്ടെങ്കിൽ ആ സിനിമ എത്രമാത്രം പോകുന്നുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകും. കാരണം ഡോൺലി ഒരു ഇന്റർനാഷണൽ സ്റ്റാർ ആണ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ സ്റ്റാർ ആണ്. പുള്ളിക്കാരന് അത്രയും ആരാധകരുണ്ട്. സോ പുള്ളിയൊക്കെ വരിക എന്ന് പറയുമ്പോൾ മലയാള സിനിമയുടെ റേഞ്ച് എത്ര വരും എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഡോൺലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കെന്ത്? ലാലേട്ടനല്ലേ അവിടെ ഇരിക്കുന്നത്. നിങ്ങൾ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? അത് വളരെ റോങ് ചിന്തയാണെന്നാണ് പറയുന്നത്. ലാലേട്ടൻ ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ഡോൺലി മക്കളെ? നമ്മൾ ആ സിനിമ കാണുന്നു, ലാലേട്ടനെ കാണുന്നു, ദാറ്റ്സ് ഓൾ. അത്ര മതി നമുക്ക്, വേറെ ഒന്നും വേണമെന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അത്രേ ഉള്ളൂ. പക്ഷെ ഈ ഡോൺലിനെ നമ്മൾ പറയാൻ കാരണം, അറ്റ്ലീസ്റ്റ് ഞാൻ പറയാൻ കാരണം, സിനിമ ഭയങ്കര ഹൈപ്പ് കൊടുക്കാനോ മറ്റുമല്ല. മലയാള സിനിമയിൽ ഇത്തരത്തിൽ ഒരു ഒരു ക്യാമിയോ ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ ആ റേഞ്ച് എന്താണ്, പൃഥ്വിരാജ് കൊണ്ടുവച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവം എന്തായിരിക്കും എന്നൊക്കെയുള്ള തോട്ട്സ് ഉണ്ട് ഓഫ് കോഴ്സ്. പക്ഷെ അതൊരിക്കലും സിനിമയെ ബാധിക്കുന്നത് ഞാൻ ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല. കാരണം സിനിമയെ ബാധിക്കാനുള്ള സാധനമൊന്നുമില്ല. വന്നാൽ ഓക്കെ, സിനിമയെ അത് ഭയങ്കര രീതിയിൽ റീച്ച് കൊടുക്കാൻ സഹായിക്കും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ സിനിമേന്റെ ഫ്ലോപ്പും മറ്റു സംഭവങ്ങളും ഡോൺലി ഇല്ല, ഓക്കെ. അതുകൊണ്ട് അയ്യോ ഡോൺലി ഉണ്ട് നമ്മൾ പ്രതീക്ഷിച്ചു, ഡോൺലി ഇല്ലല്ലോ, ഈ പടം പറ്റൂല, പൊളിപ്പടം, ചളി പൊട്ടിപ്പോയി എന്ന് പറയോ? ഇല്ല. നമ്മൾ കാണാൻ പോകുന്ന മോഹൻലാൽ. നിങ്ങൾ ഡോൺലിനെ കാണാനാണോ എംപുരാനിൽ പോണത്? അല്ല. തൊലയുണ്ട്, ഉണ്ടാകൂ. ടീച്ചർ വരുമ്പോ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ?
അല്ലെങ്കിൽ ട്രെയിലർ വരുമ്പോൾ ഡോൺലിന്റെ എന്തെങ്കിലും ഒരു നഖം അതെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. അത് സത്യമാണ്. സിനിമ വരുമ്പോഴും ഡോൺലി എങ്ങാനും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഡോൺലി ഇല്ലാന്ന് വെച്ചിട്ട് നമുക്കതൊരു ഒരു തേങ്ങ ഉണ്ടാക്കാൻ പോകില്ല, ഒരു ഡിഫറൻസ് വരെ ഉണ്ടാക്കാൻ പോകില്ല. ഉണ്ടെങ്കിൽ ഡിഫറൻസ് ഉണ്ടാക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് എമ്പുരാനാണ്, അവിടെ ലാലേട്ടനാണ്, അവിടെ പൃഥ്വിരാജാണ്, മുരളിഗോപിയുടെ സിനിമയാണ്, ലൂസിഫറിന്റെ ബാക്കിയാണ്. അത് കണ്ട് നമ്മൾ ഞെട്ടുന്നു, കോരിത്തരിക്കുന്നു, എൻജോയ് ചെയ്യുന്നു, പോരുന്നു. ഒരു കുറച്ച് ദിവസത്തിന് അതിങ്ങനെ ആവേശത്തോടെ കൊണ്ടുനടക്കുന്നു, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ പറയുന്നു, റൊമാൻറ്റിഫിക്കേഷൻ പുളകം കൊള്ളും. ഇതാണ് നമുക്ക് ആവശ്യം, അതിന് പ്രത്യേകം ഒന്നുമില്ല. സോ ഡോൺലിനെ വെച്ചിട്ട് സിനിമയുടെ ഹൈപ്പ് ഭയങ്കര സംഭവമായിട്ട് കൂടി ഡോൺലി ഇല്ലെങ്കിൽ നമുക്ക് ആകെ ഡിസപ്പോയിൻറ്റ് ആവും, നമ്മൾ ആകെ പടം പൊട്ടിപ്പോകും എന്നൊക്കെ പറയുന്നവരോട് അത് വെറും തോന്നൽ മാത്രമാണ്. അവർ ഡോൺലി ഓഫ് ലാലേട്ടൻ.